അൻവർ. അല്ലടാ, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്തരം സിഗ്നേച്ചർ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ലോകത്തെ ഭൂരിഭാഗം കൊലപാതകങ്ങളും ഒന്നുകൊണ്ട് നിർത്തിയിട്ടില്ല. പിടിക്കാൻ പറ്റാതാകുന്നതോറും അവരുടെ ആവേശം കൂടും. കൊല ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്റ്റസി, അതിനുവേണ്ടി അവർ വീണ്ടും കൊല നടത്തും. നമ്മുടെ കേസിൽ മിക്കവാറും പോലീസുകാരാണ് ടാർഗറ്റ് ആവാൻ സാധ്യത കൂടുതൽ. അല്ലേട്ടൻ ഒരു കാര്യം ചെയ്യും, ഡിപ്പാർട്ട്മെന്റിനകത്തൊരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. അറ്റ്ലീസ്റ്റ് കൊച്ചി നേരത്തിൽ ഇന്റേണൽ ആയിട്ടെങ്കിലും. എൻ്റെ പൊന്നൻവറെ, നിങ്ങൾ ഈ മനോരോഗ വിദഗ്ധന്മാർക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാ മനുഷ്യരിലും ഒരു മാടമ്പള്ളിയിലെ മനോരോഗിയെ കാണും. അതിന് കാരണം ആ മാടമ്പള്ളിയിലെ മനോരോഗി നിങ്ങൾ മനോവിദഗ്ധന്മാർ തന്നെയാണ്. ഒന്ന് ഫോൺ വെച്ചോട്ട് പോടോ മനോരോഗി, ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ പ്ലീസ്. അല്ലേട്ടാ, ഇതെന്റെ ഫ്രണ്ടാണ് സാറേ. ഏടോ ബുക്കും പേപ്പറൊക്കെ ഓക്കെ ആണെങ്കിൽ വിട്ട് കളയടോ. ഇത് കേരള പോലീസല്ലേ, സദാചാര പോലീസൊന്നും അല്ലല്ലോ. വെറുതെ പുഷ്പിക്കുന്നു. സാറ് പതിവ് പോലെ പാതിരാത്രിക്ക് ഫോണായിട്ട് പോയിട്ടില്ലേ? സാറിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. വൈഫാണ് ഗൾഫിലും പോയി. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്താടാ നിന്റെ പേരെന്താ? സാംസൺ. നാളെ വരാൻ വേണ്ടി പറഞ്ഞു. ലോണ് ശരിയാ, കുഴപ്പമില്ല. അവരൊക്കെ ഉറങ്ങിയാ? പനി എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ. ഇവിടെ കറണ്ട് പോയടി, അവിടെ പിന്നെ കറണ്ട് പോവില്ലല്ലോ. ഞാൻ തിരിച്ചു വിളിക്കാം, നീ കട്ട് ചെയ്യും. ആരാണ് വണ്ടി? കല്ലൂടെ മറ്റാണോടാ? ഹലോ. എൻ്റെ ഡ്രൈവർ പോൾസനാണ് ബോഡി കണ്ടത് സർ. ഡോഗ് സ്ക്വാഡിനെ അറിയിച്ചിട്ടില്ല. മുമ്പത്തെ പോലെ ബോഡി മുഴുവൻ സെന്റ് അടിച്ചു. ബോഡി എപ്പോഴാണ് കണ്ടത്? ഇന്ന് രാവിലെയാണ് സാർ. ആരാണ്? ഡ്രൈവർ പോൾസൺ ആണ് സർ. ശരി സർ, വിളിക്കാം. അനിൽ. മാം, യെസ്. ഓഫീസിന് മുൻവശത്ത് മാത്രമേ കാവലുണ്ടായിരുന്നു. പിറകുവശത്ത് പിന്നെ CCTV ഉള്ളതുകൊണ്ട് ആരും ബോധറിയാറില്ല. ഞാൻ ഡബിൾ ചെക്ക് ചെയ്താണ് മാം. അരുൺ, ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. നമ്മൾ ഒരാൾ ഇവിടെ നിന്നാൽ മതി. ബാക്കി ടീം ഓഫീസിൽ അസംബിൾ ചെയ്യണം. Get all the CCTV footages. Yes, ma'am. Anwar, I think you were right. We have a serial killer. പോലീസുകാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കില്ലർ. മാഡം, രാവിലെ ക്രൈം സീനിൽ വെച്ച് പറയാതിരുന്നതാ. ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. വാട്ട് കോംപ്ലിക്കേഷൻ? കണ്ടിന്യൂ പ്ലേയിങ്. ഇതെന്താ ബോഡി ഇടുന്ന വിഷ്വൽ ഇല്ലേ? ചെക്ക് ദ ഡേറ്റ് അഗൈൻ പ്രീതി. ടൈമും ഡേറ്റും വളരെ കൃത്യമാണ് മാം. ഞാൻ CCTV ക്ലൗഡ് സെർവറിൽ നിന്ന് ഒന്നും കൂടെ പ്ലേ ചെയ്യാം. എന്താണിത്? CCTV പറ്റിക്കുന്ന മാജിക്കോ? വാട്ട്സ് ഹാപ്പനിങ്? നീ പിള്ളേര് പറയുന്ന ആരുമല്ലോ, ഇലുമിനാൻറ്റി ആയിരിക്കുമോ മാഡം? ഏത്? പ്രീതി, പോസിറ്റ്. ഗോ ബാക്ക്. 3 AM, രാവിലെ 3 മണി. പോസിറ്റ്, പോസ്. രാവണൻ. മനസ്സിലായില്ല. അന്ധകാരനഴി കാര്യാട് സീതാദേവി ക്ഷേത്ര ഉത്സവത്തിന് കൊണ്ടുപോകുന്ന രാവണ പ്രതിമ. ഇത്തരം പ്രതിമകൾ ഉത്സവത്തിന് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന അവിടെയാണ്. ഇതുണ്ടാക്കുന്ന പൈപ്പില്ല.
ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട് എടുത്ത് അവർ സാധാരണ കൊണ്ടുപോകുന്ന ഈ വഴിക്കാം. സോ അതിന് മാഡം, കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന ഉത്സവം അവസാനിച്ചത് ഇന്ന് വെളുപ്പിനെയാണ്. ഈ പ്രതിമ ഉത്സവത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുക. അതായത് നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽസ് 2-3 ദിവസം മുമ്പുള്ളതാണ്. ഐ എം 100% ഷുവർ. ഉത്സവം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുപോണ വഴിയാണെങ്കിലോ? നോ, കാരണം ഉത്സവത്തിന്റെ കലാശക്കൊട്ടെന്ന് പറയുന്നത് ഈ രാവണ പ്രതിമയ്ക്ക് തീ കൊളുത്തുന്ന ചടങ്ങാണ്. അതിനും 3 ദിവസം മുമ്പ് ഈ പ്രതിമ അവിടെ ഉണ്ടാവണം. വാട്ട് ഡു യു മീൻ അൻവർ? ഐ തിങ്ക് വി ഹാവ് ബിൻ ഹാക്ഡ്. CCTV ടാമ്പർ ചെയ്ത് വിഷ്വൽസ് ആരോ മാറ്റിയിരിക്കുന്നു. ഫൈൻഡ് എ ഗോഡ് ഡാം എക്സ്പേർട്ട്. ആൻഡ് പ്രീതി, അൻവർ പറയുന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. യെസ് മാം. മാഡം, കൃത്യം നടന്നത് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ. കണ്ണില്ല, ഹൃദയമില്ല, മരണകാരണം സെയിം. വിരലടയാളങ്ങളോ പ്രതിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെയില്ല. ബോഡിയിലുള്ള പെർഫ്യൂം കണ്ടന്റ് പോലും സെയിം. പിന്നെ ഈ പ്രതിമ വൈറ്റ് ക്ലീൻ, ഒരു ഫിംഗർ പ്രിന്റ് പോലും ഇല്ല. സ്ട്രേഞ്ച്. ശില്പിയുടെ പേരോ ബ്രാൻഡ് നെയിമോ ഒന്നുമില്ല. ഒരു കസ്റ്റം മെയ്ഡ് വെങ്കല നീതി ദേവത. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്, ബട്ട് ഫോർ അനദർ റീസൺ. മനോഹരമായി ചെയ്തിരിക്കുന്ന കണ്ണുകൾ. സാധാരണ നീതിദേവതാ പ്രതിമകൾ പോലെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടാതെ എല്ലാം കാണുന്ന നീതിദേവത. ഒപ്പം എപ്പോഴും വെക്കുന്ന ഒരു ഗ്രീക്ക് റെഫറൻസ് അല്ല മുഖം, കുറച്ചുകൂടി ഒരു മലയാളത്തിലുള്ള മുഖം. ഇറ്റ് സീംസ് കൊലയാളി ഇത്തവണ ഇത്തരമൊരു സിഗ്നേച്ചർ ഉപേക്ഷിച്ചുവെങ്കിൽ അയാൾ പോലീസ് ഫോഴ്സിലെ ആർക്കോ അല്ലെങ്കിൽ ഫോഴ്സിന് മുഴുവനായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഊഹിക്കാൻ. അല്ലെങ്കിൽ നമ്മളെ ടോട്ടലി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു മൂവ്. ദെൻ വൈ ദിസ് ടൈം? കഴിഞ്ഞ തവണ പ്രതിമ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ കൊലപാതകം വേറെ ആരാണോ ചെയ്തിരിക്കുന്നത്? മാഡം, അൻവർ പറഞ്ഞത് ശരിയാണ്. ഈ വിഷ്വൽസ് എല്ലാം 3 ദിവസം മുൻപേ ഉള്ള ഫൂട്ടേജസിലുണ്ട്. പ്രീതി, യെസ്. ഫോട്ടോ നമ്പർ 5 എനിക്കൊന്ന് ബിഗ് സ്ക്രീനിൽ തന്നെ. സൂം ഇറ്റ്. ടോപ്പ് ലെഫ്റ്റ് കോർണർ, ആ കല്ലിന്റെ ഭാഗത്ത്. ഇത് ഇതേ ടൈപ്പ് പ്രതിമയുടെ ഒരു എഡ്ജ് അല്ലേ മാഡം? Oh God was there. അരുൺ, പ്രദീപ്, ഇമ്മീഡിയറ്റ്ലി. Jack it up. പേടിച്ചു പോയി. എത്ര പാസ്വേഡ് കിട്ടി ആൻഡ്രൂ? ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ആഹാ, നിന്റെ അമ്മ നിന്നെ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് കാണുന്നതല്ലേ നിന്റെ ഈ ഹാക്കിങ്ങും പൈററ്റഡ് കോഡുകൾ ഉണ്ടാക്കലൊക്കെ. അന്ന് മോനോട് ഈ സാർ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്താ അത്? ഹാക്കിംഗ് സ്കിൽസ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് നാട്ടുകാർക്ക് ഉപയോഗമുള്ള പോലെ ഉപയോഗിക്കണം. എന്നിട്ട് മോനത് കേട്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ പിടിക്കാൻ കൊക്കാച്ചി വരും. കൊക്കാച്ചി? വീട്ടിലേക്ക് ആക്കിയിട്ടില്ലേ? സാറിൻ്റെ ഉറക്കം പോയല്ലേ? ഹാപ്പി ആയി? ഇല്ല സാർ, എനിക്കിപ്പോൾ വാശിയാണ്. ഞാൻ ഇവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക സാർ. ഈ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നമ്മുടെ പോലീസ് CCTV ഫുട്ടേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കോമൺ വണ്ടി നമുക്ക് എന്തായാലും തടയും. പക്ഷേ പ്രതികൾ ഓരോ തവണയും വണ്ടികൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിലോ? നമുക്ക് ഇത്രയും ക്യാമറാസും ഫെസിലിറ്റീസും ചെക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ. ഇവന്മാർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് എങ്ങനെ ചാടിയെന്ന് നമുക്ക് അറിയണ്ടേ. കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഹാക്കർ എന്നുള്ളതിൻ്റെ ഓവർ കോൺഫിഡൻസ് മാറി കിട്ടിയില്ലേ? ദിസ് ഇസ് ജസ്റ്റ് ടെമ്പററി സർ. ഞാൻ വന്നിട്ട് പണിയും സാർ നോക്കിക്കും. You should do it, man. I'm on it, sir. It's that bloody serious.
ആൻഡ്രൂ, യെസ് സാർ. look at this. ഓക്കെ. കേരള പോലീസ് ലെഡ് കാർബണേറ്റ്, നീരാവിയിൽ നിറമാറുന്ന ലോഹമിശ്രിതം. അത് ചെമ്പായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. SD. ഫാത്തിമ പറഞ്ഞ ഡാവിഞ്ചി കോഡ്. അതെ, മാഡം എത്തി. മാഡം, SD എന്ന സിഗ്നേച്ചർ വെച്ച് നമുക്കറിയാവുന്ന 2-3 ശില്പികളോട് അന്വേഷിച്ച് ആളെ ട്രേസ് ചെയ്തിട്ടുണ്ട്. സുധാകർ ദേവലോകം എന്നാണ് അയാളുടെ പേര്. വടക്കഞ്ചേരി കുറച്ച് ഉള്ളിലായിട്ടാണ് വീട്. സുധാകർ. ആൻഡ് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരെ വീടിന് പുറത്ത് നിർത്തിയിട്ടുണ്ട് മാഡം. ഇപ്പോൾ വിട്ട പുലർച്ചയ്ക്ക് പിടിക്കാം. സുധാകരൻ ദേവലോകത്തിൻ്റെ നാളത്തെ കണി നമ്മളായിക്കോട്ടെ. കം ഓൺ, ലെറ്റ്സ് റോൾ. ശില്പി വീട്ടിൽ തന്നെയുണ്ട് മാഡം. ഞങ്ങൾ രാത്രി മുഴുവൻ പുറത്തുണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇപ്പം അയാൾ അയാളുടെ വീട്ടിലെ പണിശാലയിലുണ്ട്. അരുൺ, പോലീസുകാരാണല്ലേ? പുറത്ത് ബൂട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ആ പ്രതിമയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൊച്ചിയിലെ തുടർ കൊലപാതകങ്ങളുടെ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനത് ആഗ്രഹിച്ചിരുന്നു. ആ പ്രതിമകൾ ഉണ്ടാക്കിയ ശില്പി ഞാനാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ഒരാൾ എന്നെ കാണാൻ വന്നു. ഒരു 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. നീതിദേവത കണ്ണു തുറന്നിരിക്കുന്ന പ്രതിമകൾ ചെമ്പിൽ ചെയ്തു കൊടുക്കണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ധാരാളം പണവും എനിക്ക് ഓഫർ ചെയ്തു. കണ്ണുകൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, മലയാളത്തിലുള്ള മുഖമായിരിക്കണമെന്നും പറഞ്ഞു. ഒരേ ഒരു ഡിമാൻഡ് മാത്രം വെച്ചു. ഉണ്ടാക്കിയത് ആരാണെന്നോ എവിടെയാണെന്നോ മനസ്സിലാക്കാവുന്ന ഒന്നും ആ പ്രതിമയിൽ പാടില്ല. ആ ഡിമാൻഡ് അല്പം സ്ട്രേഞ്ചായി എനിക്ക് തോന്നി. പിന്നെ കലയുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. പ്രതിമ പൂർത്തിയായി വന്നപ്പോൾ എനിക്കെൻ്റെ കൈമുദ്ര അതിൽ പതിപ്പിക്കാതിരിക്കാൻ തോന്നിയില്ല. ലെഡ് കാർബണേറ്റ് മിക്സ് ചെയ്ത് ആ പ്രതിമയുടെ അരക്കെട്ടിന് താഴെ ഞാൻ എൻ്റെ കൈമുദ്ര ചാർത്തി വെച്ചു. പിന്നെ ഒരു പെരുമഴക്കാലത്ത് അയാൾ വന്നു. പറഞ്ഞതിലധികം പൈസ തന്ന് പ്രതിമയുടെ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. അയാളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയൂ. അല്ലെങ്കിൽ നമുക്കൊരു രേഖാചിത്രം വരയ്ക്കാം, എന്നിട്ട് അന്വേഷിക്കാം. കാര്യമില്ല. അയാൾ പ്രതിമകൾ വാങ്ങാൻ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നു, സുന്ദരൻ. അയാൾ സൺഗ്ലാസ് വെച്ചിരുന്നു. പോകാൻ നേരം ആ സൺഗ്ലാസ് എനിക്ക് തന്നു. पुलिस वाला गाड़ी आ गया, वो अब भी बुलाएगा हमको. छोटू सब इधर आ. मैं बोला था ना, मैं आता हूँ अभी. ठीक सब अपार्टमेंट क्लीन किया? किया सब. अच्छा किया? अच्छा किया सब. पान है तेरे पास? नहीं है सब. क्या?
ये क्या है? एक ही पैकेट है सर, सिर्फ एक ये ही। यूज नहीं करने का मालूम है ना तेरे को? मालूम है सर, हैं? अंदर डालेगा मैं, एक ही है सर। बाद में गाँव नहीं देखेगा तू। जा दे दो ना सर। जा रे। साला चोर है कहीं का। നീ ആ വണ്ടി കേസ് വിടണ്ട ആൻഡ്രൂ. ഇല്ല സാറേ, നമുക്ക് സംശയിക്കാവുന്ന വിധത്തിലുള്ള മിനിമം ഒരു വണ്ടിയെങ്കിലും നമ്മുടെ തടയും, എനിക്ക് ഉറപ്പാണ്. ഒരു മൊബൈൽ വീണ്ടുണ്ടല്ലോ. സർ കോൾ ദാറ്റ് നമ്പർ റൈറ്റ് നൗ. എടുക്കുന്നില്ല സർ കാക്കനാടാണ്, NGO ക്വാർട്ടേഴ്സ്. ഐ തിങ്ക് ഈസ് ഇൻ ട്രബിൾ. കസ്ബ സ്റ്റേഷൻ CI ശരത് ചന്ദ്രനാണ് മിസ്സിംഗ് മാഡം. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ മുറിയിലേക്കാണ് വന്നത്. ആൻഡ്രൂയുടെ മെസ്സേജ് കിട്ടി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും വൈകിപ്പോയി മാഡം. അയാളുടെ വീട് പാലക്കാടാണ്. 4ാമത്തെ ആളാടോ, 4ാമത്തെ പോലീസുകാരൻ. ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് എനിമോർ. വേർ ആർ വി ഗോയിങ് റോങ്? എവിടെയാണ് നമുക്ക് പിഴച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു സ്ഥിരം പാറ്റേൺ അല്ലല്ലോ സർ. ഇത്തവണ ബലപ്രയോഗം നടന്നു കാണണം. അകത്ത് കസേരയൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. തല്ലി ബോധം കെടുത്തി എടുത്തുകൊണ്ട് പോകാനാണ് സാധ്യത. ഈ ബിൽഡിങ്ങിൽ ആരും ഒന്നും കേട്ടിട്ടില്ലേ? ശബ്ദം പോലും ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കറണ്ട് പോയി എന്നൊക്കെയാ പറയുന്നത്. പേടിച്ചിട്ടായിരിക്കും. എത്ര ചോദിച്ചാലും ഒരേ മറുപടി തന്നെയാ പറയുന്നത്. നിങ്ങളൊന്നും കണ്ടില്ല, ഇവിടെ ശബ്ദമൊന്നും കേട്ടില്ല ആരും. बिजली नहीं था। എല്ലാവരെയും വീണ്ടും സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. सर ഈ തവണ പാറ്റേൺ ഡിഫറെൻ്റ് ആയ സ്ഥിതിക്ക് പോലീസുകാരോട് വിരോധമുള്ള വല്ലവന്മാരും പണി നടത്തി ഇവരുടെ തലയെ കെട്ടിവെക്കാൻ നോക്കുവാണോ മാഡം? നോ. പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും ഇടയില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊച്ചി മെട്രോ വൃത്തിയായി സൂക്ഷിക്കാൻ ദയവായി ഞങ്ങളോട് സഹകരിക്കുക. Please stand away from the doors. Aluva Federal Bank Station. Passengers who wish to visit Aluva Private Bus Stand can deboard at Aluva. For unlimited trips, avail day pass. Sir. 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 നീതി ദേവത കേസിൽ കഴിഞ്ഞ ദിവസം മിസ്സിംഗ് ആയ CI ശരത്ചന്ദ്രന്റെ മൃതദേഹം ആലുവ മെട്രോ സ്റ്റേഷനിലെ ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. രൂപമാറ്റം വരുത്തി ആളെ തിരിച്ചറിയാനാവാത്ത രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതപ്പിനുള്ളിൽ ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ച രീതിയിൽ നീതി ദേവത പ്രതിമ ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. അറിഞ്ഞു സർ, കണ്ടുകൊണ്ടിരിക്കുകയാണ്.
കണ്ടോണ്ടിരുന്നോ? താനൊക്കെ കണ്ടോണ്ടിരുന്നോ? നാലാമത്തെ ആളും പോയില്ലേ? എനിക്കൊക്കെ നാണമാവുന്നില്ലേ കാക്കിട്ട് കിടക്കാൻ? അതെങ്ങനാ ബാക്കിയുടെ ഒരാളുടെ സമാധാനം പറയേണ്ടത്? ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നിടത്തേക്കെങ്കിലും ഒന്ന് എഴുതുള്ളൂ. ഇഡിയറ്റ്. ഇറങ്ങാണ് സർ, ഇറങ്ങാണ്. Who is she? How dare? അപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടോ? ഇവർ നമ്മളൊരുമാതിരി പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ഒരു കാര്യം ഉറപ്പാണ് മാഡം, മെട്രോയിൽ CCTV ഉണ്ടെന്ന് അവർക്കറിയാം. എന്നിട്ടും പബ്ലിക് വിസിബിലിറ്റി കൂടിയ ഏരിയയിലാണ് ഒരു ബോഡി ഡംപ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഇവളുടെ പുറകെ നമ്മൾ പോകുന്നു ഉറപ്പുവരുത്താനുള്ള ശ്രമം. വേറൊരു ഡീക്കോയ്, ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അല്ലേ? നമുക്ക് വേറെ വഴിയില്ലല്ലോ പ്രദീപ്. അരുൺ, റിലീസ് എ ഫോട്ടോഗ്രാഫ്. യെസ് മാം. എല്ലാ സ്റ്റേഷനിലേക്കും മീഡിയയ്ക്കും കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡാറ്റാബേസും തിരയണം. മാം, ഈ ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് വല്ലതും യൂസ് ചെയ്തിട്ട് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അൻവർ, ഇത് FBI ഒന്നുമല്ല, കേരള പോലീസാണ്. ആധാർ ഡാറ്റാബേസ് വെച്ച് നോക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ആൻഡ്രൂ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗൂഗിൾ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നത്തിങ് മോർ ദൻ ദാറ്റ്. മാഡം, എക്സ്ട്രീംലി സോറി, എനിക്ക് പുതുതായി ഒന്നും പറയാനില്ല. നാലാമത്തെ ആളും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഡിറ്റോ പാറ്റേണിലാണ്. കിഡ്നാപ്പ് ചെയ്യുമ്പോണ്ടായ ഈ ചെറിയ പരിക്കുകൾ ഒഴിച്ച് മറ്റൊന്നുമില്ല. ഇനി പുതുതായി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാണെങ്കിൽ വിഗും മേക്കപ്പ് മാത്രമാണ്. ഈ സിനാരിയ മൊത്തം വഷളായിരിക്കുകയാണ്. പ്രസ് നമ്മളെ പച്ചയ്ക്ക് തിന്നുന്നു. ഇനഫ്. ഐ എം സോറി. ഐ എം ഷട്ടിംഗ് യു ഡൗൺ. സർ പ്ലീസ്. തൽക്കാലം ഈ അന്വേഷണത്തിൽ നിന്ന് ഈ ടീമിനെ പിരിച്ചുവിടും. കാതറിൻ കുറച്ച് സൗദി എടുത്ത് വിശ്രമിക്കും. But sir, we have a replacement team. Meet Mr. Prakash Sidar. He will be leading the team. Pradeep, sir. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രകാശിന് കൈമാറണം. Yes, sir. And you clear out your office as soon as possible. Sir. Prakash. Sir. Pradeep, sir. You alone come with me. Sir. കസബ CI ശരത്ചന്ദ്രന്റെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും. മാഡം, ഷോക്ക് ഇൻഡ്യൂസ്ഡ് ഹിപ്നോസിസ്. What? നമുക്ക് ഇതുവരെ കിട്ടാതിരുന്ന ബ്രേക്ക് ത്രൂ. ഇരകൾ എങ്ങനെ സ്വമനസാലി ഒരു സ്ട്രഗിൾ പോലും ഇല്ലാതെ കൊലയാളികളുടെ കൂടെ പോകുന്നു. ദാറ്റ് മിസ്റ്ററി സോൾഡ്. ദേ വർ ഹിപ്നോട്ടൈസ്ഡ്. നമ്മൾ കരുതിയ പോലെ അവരുടെ ശരീരത്തിൽ കണ്ട സോൾബിഡം എന്ന ഡ്രഗ് ഒരു ഉറക്ക ഗുളിക മാത്രമല്ല, വളരെ റെയറായിട്ടുള്ള കേസുകളിൽ അതൊരു ഹിപ്നോട്ടിക് ഡ്രഗായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വോൾഫ് മാസ്ക് ധരിച്ചെത്തി അവർ അപ്രതീക്ഷിതമായി ഇരകളിൽ ഷോക്ക് ഉണ്ടാക്കുന്നു. അതോടെ ഇരകളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ മുൻകൂട്ടി എത്തിച്ചിരുന്ന ഡ്രഗ് ആക്ടിവേറ്റ് ആവുന്നു. തുടർന്ന് ആ ഷോക്കും ഡ്രഗും മുതലെടുത്ത് അവർ ഒരു ഹിപ്നോവീലിൻ്റെ സഹായത്തോടെ ആ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാവാം. ഹൈലി ഇൻവെൻറ്റീവ് ബട്ട് ഡേഞ്ചറസ്. പക്ഷേ ശരത്ചന്ദ്രൻ്റെ കാര്യത്തിൽ ഈ ഡ്രഗ് ആക്ടിവേറ്റ് ആയില്ല. കാരണം അയാൾ ഓൾറെഡി അതിൻ്റെ കൗണ്ടർ ഡ്രഗുള്ള ബീറ്റ ബ്ലോക്കർ കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഹിപ്നോസിസ് വർക്കായില്ല. അയാൾ എതിർത്തു ഒരു സംഘടന ഉണ്ടായി. അതാണ് സംഭവിച്ചത്. മാഡം, നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സാധാരണ സീരിയൽ കില്ലറുമായിട്ടല്ല. മനുഷ്യ മനസ്സുകളെ ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻ്റലിജൻ്റ് ആയ ഒരു സൈക്കാട്രിക് ജീനിയസുമായിട്ടാണ്. അത് മെട്രോയിൽ കണ്ട പെൺകുട്ടിയാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. ഗുഡ് ഡിഡക്ഷൻ അൻവർ, വെരി ഗുഡ് ഇൻ ഫാക്ട്. പക്ഷെ കാര്യമില്ലല്ലോ. We are off the case officially. അത് മാത്രല്ല അൻവർ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാട്ടിൽ എത്രയോ പേർക്ക് സൈക്കോളജി അറിയുന്നുണ്ടാവും. എത്രയോ പേര് പല വഴി കൂടെ ഹിപ്നോട്ടിക് സ്കിൽസ് നേടിയിട്ടുണ്ടാവും. ഇവരെയൊക്കെ കണ്ടെത്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അൻവർ. ബട്ട് യാ, ഇറ്റ്സ് എ ഗുഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ. താൻ പുതിയ ടീമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. I'm helpless. മാഡം പറഞ്ഞത് ശരിയല്ലേ? എന്തോരം സൈക്കാട്രിക് പ്രൊഫഷണൽസ് ഉണ്ട്. പിന്നെ ഉറക്ക ഗുളിക സ്ഥിരമായിട്ട് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവില്ലേ? ചിയേഴ്സ്. ഞാൻ തൻ്റെ ഫൈൻഡിങ്സ് ചെറുതായിട്ട് കാണുന്നതല്ല. പക്ഷെ നമുക്ക് ഈ കേസിൽ ആവശ്യമുള്ളത് കില്ലേഴ്സായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഡയറക്റ്റ് എവിഡൻസ് ആണ്. അല്ലേട്ടാ,
ആ ശില്പി സുധാകരൻ തന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇനി എന്തായാലും ഒരു പോലീസ് ഓഫീസറോട് കൊല്ലപ്പെടും. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. അയാൾ അതും കൊണ്ട് നിർത്തിയില്ലെങ്കിലോ? ഇനി വേറൊരു നഗരത്തിൽ അയാൾ ഇതേപോലെ ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പരമാവധി ട്രൈ ചെയ്തതല്ലേ. സാധാരണ കേസുകളിൽ ഗോഡ്സ് എവിഡൻസ് എന്തെങ്കിലും പറഞ്ഞൊരു തുമ്പുണ്ടാവും. നമുക്ക് ഈ കേസിൽ അതുപോലും ഇല്ല.